ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം സംഘപരിവാർ ശക്തികൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ് എന്നെല്ലാവർക്കും അറിയാം. രാജ്യത്തെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ CJPയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ചരിത്രത്തിൻ്റെ താളുകളിൽ ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ആ സമരത്തെ അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചാണ് പുതിയ തലമുറ സമരം തുടരുന്നത്. പുതിയ തലമുറയെ പറ്റിയുള്ള നമ്മുടെ ധാരണ ഒരു വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൊതുബോധം, അവർ രാഷ്ട്രീയമുള്ളവരല്ല, അവർ അരാഷ്ട്രീയവാദികളാണ്, അവർ ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആരോപണമായിരുന്നു പൊതുവെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ പലരും മുന്നോട്ടേക്ക് വെച്ചത് ഈ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ അതല്ല, എത്ര ശക്തമത്തായ അടിച്ചമർത്തലുകളുണ്ടായാലും അവർ മുന്നോട്ടേക്ക് വെച്ച രാഷ്ട്രീയ മുദ്രാവാക്യം തന്നെ, അതുമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമെന്ന് പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവരോടൊപ്പം ചേർന്ന യുവാക്കളും സജീവമായിട്ട് മുന്നോട്ടേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാജ്യത്തെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ കുട്ടികൾക്ക് നേരെ, യുവാക്കൾക്ക് നേരെ നടന്ന കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നീറ്റ് പരീക്ഷ വലിയ രീതിയിലുള്ള കൃത്രിമം നടത്തി പരീക്ഷ തന്നെ റദ്ദാക്കേണ്ടി വന്ന സന്ദർഭത്തിൽ സമ്മർദ്ദം സഹിക്കാതെ 20ലധികം കുട്ടികളാണ് കേരളത്തിലുൾപ്പെടെ ആത്മഹത്യ ചെയ്തത്. അതിനിടയാക്കിയ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന മുദ്രാവാക്യമാണ് ഈ വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിനെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ, സമീപകാലത്തൊന്നും ഡൽഹി കാണാത്ത രീതിയിലുള്ള പട്ടാളത്തെയും സായുധ സൈന്യത്തെയും വിഭാഗങ്ങളെയും അർദ്ധസൈനിക വിഭാഗത്തെയും എല്ലാം യോജിപ്പിച്ചണിനിരത്തിക്കൊണ്ടാണ് നരനായാട്ട് കേന്ദ്ര സർക്കാർ സംഘപരിവാർ വിഭാഗം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് നേരെ നടന്ന ഈ ശക്തിയായിട്ടുള്ള കടന്നാക്രമം ഇന്ത്യൻ ജനാധിപത്യ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സമരമുഖത്ത് വന്ന ഈ കുട്ടികളും യുവാക്കളും സഹിച്ച ത്യാഗത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തു നിന്ന് വന്ന ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടികൾ ഉൾപ്പെടെ സമരമുഖത്തുള്ള നിരവധി ആളുകൾക്ക് നേരെ കടന്നാക്രമണം നടന്നു. ഒരു കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. 21 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. പോലീസ് അതിക്രമത്തിനെതിരായി സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും എല്ലാം ശക്തിയായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മമ്മൂട്ടി, മഞ്ജു വാര്യർ, ദുൽഖർ സൽമാൻ, വിസ്മയ മോഹൻലാൽ, ടോവിനോ തോമസ്, ആസിഫ് അലി, ജോജു ജോർജ്, ഭാവന, കുഞ്ചാക്കോ ബോവൻ, ഇന്ദ്രജിത്ത് തുടങ്ങി സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും
എല്ലാ മേഖലയിലുമുള്ള വിവിധ തലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭ വ്യക്തികൾ സമരവുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു പുതിയ രീതിയാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്നത്. സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം പ്രതിഷേധവുമായിട്ട് വരുന്ന സാംസ്കാരിക പ്രവർത്തകർക്കും അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിനുമെതിരായി സംഘപരിവാർ വിഭാഗം രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലും ചിലർക്കെതിരായി അവരുടെ വീടുകളിലേക്ക് പ്രകടനം നടത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ ജനങ്ങൾക്കൊപ്പം അണിനിരക്കുന്ന പ്രതിബദ്ധത കാണിക്കുന്ന ആളുകൾക്കെതിരായിട്ട്, ഈ പ്രശസ്ത വ്യക്തികൾക്കെതിരായി സംഘപരിവാർ നടത്തുന്ന ഭീഷണിയെ, അവ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് കേരളത്തിന് സാധിക്കും. ആ പ്രതിരോധം കേരളത്തിൽ ശക്തിയായിട്ട് രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെമ്പാടും നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ CPIM സംസ്ഥാന കമ്മിറ്റി അഭിവാദ്യം ചെയ്യുകയാണ്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകാൻ CPIM തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്.